നമസ്കാരം, ആദർശനാണ് പ്രാണായാമ സംഘടനയിൽ നിന്ന്. നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വ്യായാമം, അഥവാ നമ്മൾ യോഗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിറ്റ്നസ് വ്യായാമങ്ങളായിക്കോട്ടെ, ബോഡി ബിൽഡിംഗിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കാർഡിയാക് എക്സസൈസ് ആയിക്കോട്ടെ, ഏത് വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതെന്താണെന്ന് ചോദിച്ചാൽ വാമം. സ്ട്രെച്ചിങ്ങും വാമപ്പും ചെയ്യാതെ ഒരിക്കലും ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാൻ പാടില്ല. പലരും അപകടകരമായ പല സിറ്റുവേഷൻ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാമമാണ്. എങ്ങനെയായിരുന്നു നമ്മൾ എക്സസൈസിന് മുമ്പായിട്ട് വാമം സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു പ്രോസസ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ രണ്ട് കൈകളിൽ നിന്ന് പോയിട്ട് മുകളിലേക്ക് കൈകളിൽ നിന്ന് ഉയർത്തി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. ഉപ്പൂച്ച് ഉയർത്തി സ്ട്രെച്ച് ചെയ്യും. മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യാം? മാക്സിമം സ്ട്രെച്ച് ചെയ്യാം. അതിനുശേഷം താഴെ രണ്ട് ഒന്നുകൂടി മുകളിലേക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് മുന്നിലേക്ക് ജസ്റ്റ് ഒന്ന് നടക്കുക. ഒരു 5 ചുവട് നടക്കുക. അതേ പുറകിലേക്ക് ഉപ്പൂച്ച് ഉയർത്തിയായിട്ടും നടക്കും. ഇതുപോലെ ഓക്കെ. അതിനുശേഷം അടുത്ത സ്ട്രെച്ചിങ് പറയുന്നത് പുറകിലേക്ക്. അത് ജസ്റ്റ് ഒരു കൈ സപ്പോർട്ട് ഒന്ന് കൊടുത്തിട്ട് ഇതുപോലെ അടുത്ത കൈ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ നട്ടെന്തെങ്കിലും എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. അതിനുശേഷം മുമ്പിലേക്കുള്ള സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൈകൾ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി താഴേക്ക് വന്ന് ഉപ്പൂറ്റി തൊടാതെ തറയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കാം. ചില മാത്രം തവണ നമുക്ക് എത്തണമെന്നില്ല. ഒരിക്കൽ കൂടി നമ്മൾ ചെയ്യാം. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മുമ്പോട്ട് വന്ന് തറയിനെ ടച്ച് ചെയ്യാൻ മുട്ടുമടങ്ങരുത് എന്നുള്ളതാണ്. അടുത്ത സ്ട്രെച്ചിങ് സൈഡിലാണ്. അപ്പോൾ അതായത് നമുക്ക് കാലുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അടുത്ത് വയ്ക്കുക. ഒരു കൈ ഇതുപോലെ ഉയർത്തുക. ഉയർത്തിയതിനു ശേഷം ഇതുപോലെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഈ കൈ കാട്ടുക. ഈ കൈ വരിക. അതിനുശേഷം നമ്മൾ സ്ട്രെച്ചിങ് കംപ്ലീറ്റ്. ഇങ്ങനെയായിരുന്നു നമ്മൾ സ്ട്രെച്ചിങ് സ്റ്റാർട്ട്.